നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ഈ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് നേരുന്നു. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഊർജ്ജം എന്താണ് എന്നുള്ളതാണ്. അവരുടെ ആ ഒരു കറണ്ട് ഫീലിങ്സ്, അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത്. ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോയാണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളുടേതല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ. അതേപോലെ പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷത്തിലിരുന്ന് നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരുന്ന് വേണം റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായിട്ട്. ഓക്കെ. എൻ്റെ ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. എൻ്റെ ചാനൽ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു എനർജിയും കൂടെ ഇതിനകത്ത് ആഡ് ആവുന്നതായിരിക്കും. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പുണ്ട്. മെമ്പർഷിപ്പ് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ചാനലിൽ കൂടെ തന്നെയാണ് ക്യാഷ് അടച്ച് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യേണ്ടത്. അതിനകത്ത് നമുക്ക് 2 കാർഡ് റീഡിങ് ഞാൻ 10 ദിവസം കൂടുമ്പോൾ എൻ്റെ മെമ്പേഴ്സിന് ഞാൻ ഫ്രീ ആയിട്ട് എടുത്ത് കൊടുക്കാറുണ്ട്. അതെൻ്റെ ചാനലിൽ ഞാനായിട്ട് ഇട്ടേക്കുന്ന ഒരു ഓപ്ഷനാണ്. നമ്മൾ മെമ്പർഷിപ്പ് റീഡിങ് ഇതിനകത്ത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കോമൺ ആയിട്ടെല്ലാം ഒരേപോലെയാണ് ഇടുന്നതെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ മെമ്പേഴ്സിന് മാത്രമായിട്ടൊരു വീഡിയോ ഇടാത്തത് കൊണ്ട് 10 ദിവസം കൂടുമ്പം നിങ്ങൾക്കൊരു ഗൈഡൻസ് എന്ന പോലെ 2 കാർഡ് റീഡിങ് എന്നുവെച്ചാൽ ഒരു കറണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എന്താണ് മുന്നോട്ട് എന്നറിയാൻ വേണ്ടി ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൈഡൻസ് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ റിലേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു 2 കാർഡ് റീഡിങ് അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു റീഡറെ സമീപിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. റീഡിങ്ങിലോട്ട് പോകാം. നമുക്ക് കാർഡ്സ് എടുക്കാം. പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ റിലേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ. നിങ്ങളുടേതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട. ഓക്കെ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. വളരെ പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷത്തിലിരുന്ന് പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരുന്ന് റീഡിങ്ങായിട്ട് കണക്റ്റ് ആവുക. ഓക്കെ. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള വ്യഗ്രതയോടുകൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് എനിക്ക് നിലവിൽ കാണുന്നത്. ഒരു സ്നേഹമാണ്, കറണ്ട് ഫീലിങ്സ് ആയിട്ട് അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്നുള്ളതാണ്. നിങ്ങൾ പോകുന്ന കാര്യം, വരുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളെ ചുറ്റപ്പെട്ട കാര്യങ്ങൾ മൊത്തം എങ്ങനെയാണ് എന്താണെന്നൊക്കെ തിരക്കി അറിയുന്ന ഒരു സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷനായിട്ട് തന്നെ എനിക്ക് കപ്പാണ് കിട്ടിയത്. കപ്പെന്ന് പറയുമ്പോൾ വാട്ടർ എലമെൻറ്റ് സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. ഇതിനകത്ത് എനിക്ക് ബ്ലോക്കേജ് ആയിട്ട് കിട്ടുന്നത് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ആരോ ഇതിനകത്ത് തടസ്സമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർ, ലവേഴ്സോ അങ്ങനെയുള്ള കുറച്ച് പേരുടെ എനർജി ആയിട്ടാണ് എനിക്ക് ഫസ്റ്റിലെ തന്നെ ഫീൽ ചെയ്യുന്നത്. ഫാമിലി തടസ്സമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയുള്ള കുറച്ച് പേരുടെ എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ഫ്യൂച്ചറായിട്ട് അതെ, നിങ്ങളുടെ വ്യക്തിയുടെ ഒരു തീരുമാനം എന്ന് വെച്ചാൽ ഒരു തീരുമാനമെടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം. 2 ഓപ്ഷനുണ്ട്. അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാൻ വയ്യാതെ കിടന്ന് വ്യഗ്രത കൊള്ളുന്നു. ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഈ 2 വോളെന്ന് പറയുമ്പോൾ എയർ എലമെൻ്റാണ്, സോഴ്സ് ക്ലാരിറ്റി ഇല്ല, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ 2 പേരുടെയും നടുക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ണ് കെട്ടിയിരിക്കുകയാണ്. ഒന്നും അറിയാൻ വയ്യ, ഒരു തീരുമാനവും എടുക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് അറിയാനും തിരക്കാനും വ്യഗ്രത കൊള്ളുന്നു എന്നുള്ളൊരു രീതിയിലാണ് ആളിപ്പോൾ ഇരിക്കുന്നത്.
ഫോർ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നേക്കുന്നത്. ഇതിനകത്ത് ഒരു വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഒന്നും അങ്ങോട്ട് വിട്ട് പറയാനും തയ്യാറല്ല. നല്ല ഈഗോ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഉള്ള ഒരു കാർഡാണിത്. എന്നുവെച്ചാൽ മനസമാധാനവും പണവും ഒന്നും സർവ്വതും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും പുറമേ ഒന്നും കാണിക്കുന്നില്ല, പുറമേ ഒന്നും കാണിക്കാത്ത ഒരു ഭാവത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഫോർ ഓഫ് പെൻഡിക്കിൾസ് വരുമ്പോൾ ഫിനാൻഷ്യലായിട്ട് ഡൗൺ ആണെന്ന് നമുക്ക് ഒരു ഫിനാൻസിൻ്റെ കാർഡാണ്, എർത്ത് എലമെൻ്റാണ്, ഭൂമിയെ സൂചിപ്പിക്കുന്നു പെൻഡിക്കിൾസിൻ്റെ ഊർജ്ജം. പക്ഷേ റിലേഷൻഷിപ്പിൽ ഒന്നും വിട്ടു കൊടുക്കാൻ തയ്യാറല്ല, വിട്ട് പറയാൻ തയ്യാറല്ല, വിട്ട് കാണിക്കാനും തയ്യാറല്ല. എന്ത് വന്നാലും പുറമേ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കാൻ നേരത്തൊരു കുഴപ്പവും ഇല്ലയെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ പെയിൻ ഉണ്ടെങ്കിലും പുറമേ ഒന്നും കാട്ടാത്ത ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. 10 ഓഫ് സോൾസ് ഒരു എൻഡിങ് സാഹചര്യമായിരുന്നു, ഒരു എൻഡിങ് ആയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നതെങ്കിലും ഇതിനകത്തൊരു ന്യൂ ബിഗിനിങ് കാണിക്കുന്നുണ്ട്. എല്ലാം അവസാനിപ്പിച്ചു. ചിലപ്പം എല്ലാവരും കൂടെ ഇതിനകത്ത് ഫാമിലി തടസ്സമായിട്ട് നിൽക്കുമ്പോൾ ഫാമിലി അറിഞ്ഞു ഇതൊരു പ്രശ്നമായിട്ടുള്ള ഒരു വലിയ ഒരു വിഷമത്തിലിരിക്കുന്ന ചില ആളുകളെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു തുടക്കത്തെ സൂചിപ്പിക്കുന്നു. ന്യൂ ബിഗിനിങ് ഉണ്ട്. അതെ, ഇതിനോടകം തന്നെ ഈ റിലേഷനകത്ത് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു റിലേഷൻ കൊണ്ട് നിങ്ങൾ ഈ എത്ര നാൾ കൊണ്ടാണോ ഈ റിലേഷൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ മറികടന്ന് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്തൊരു സ്റ്റേജിലാണ് ഈ റിലേഷൻ നിൽക്കുന്നത്. ഇതുവരെ അഭിമുഖീകരിക്കാത്ത ചില പ്രശ്നങ്ങളിൽ കൂടെയാണ് ഇപ്പോൾ നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു എൻഡിങ് ആയ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ആരും അത് ഒന്നും പുറത്ത് കാട്ടാത്തൊരു രീതിയിൽ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ റിവേഴ്സ്ഡ് ആയിട്ട് ഈ 10 ഓഫ് സോൾസ് വന്നതുകൊണ്ട് അത് മാറി വരുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് റിക്കവറായിട്ട് വരുന്നു. ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇത് നഷ്ടപ്പെട്ടു പോകില്ല, എനിക്കിത് വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമാണ് അവരെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അതെ, ഇപ്പം അവരുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ബ്ലോക്കായി നിൽക്കുകയാണ്. ഒന്നും വേണ്ട, എനിക്ക് എല്ലാം കൊണ്ടും മതിയായി എന്നൊക്കെ മനസ്സുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സ്വയം വാശി കാണിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഓവർ സ്ട്രെസ് എല്ലാം കൂടെ നാല് ചുറ്റിനും വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കിനി ആരും വേണ്ട, ഒന്നും വേണ്ട എന്നുള്ളൊരു രീതിയിൽ സ്നേഹത്തെ എല്ലാം പുറക്കെ അടുക്കി വെച്ച് ഒറ്റയ്ക്ക് മുന്നോട്ട് പോവുകയാണ്. എനിക്കിനി ഒന്നും വേണ്ട. പക്ഷേ അവരുടെ ഗ്രഹണ സമയം കഴിയാറായി. 8 ആണ് നമ്പർ വന്നത്. ഒരു വികാസത്തിൻ്റെ നമ്പറാണ് 8ഉം. ഗ്രഹണചന്ദ്രൻ ഉള്ളതുകൊണ്ടും ഈ ഒരു ഗ്രഹണ സമയം ഏതാണ്ട് കഴിയാറായി വരുന്നു എന്നുള്ളതാണ് വരുന്നത്. അതേപോലെ സത്യം വെളിച്ചത്ത് വന്നു. 7 ഓഫ് സോൾസ് റിവേഴ്സ്ഡ് ബ്ലോക്കേജ് ആയിട്ട് വരുമ്പോൾ ചതി, വഞ്ചന, മറച്ചു വെക്കൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ സത്യമൊക്കെ കുറേ വെളിച്ചത്ത് വന്നു. സത്യങ്ങൾ അറിഞ്ഞു അവർ. എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്നുള്ളൊരു മെൻ്റൽ ക്ലാരിറ്റി ഇപ്പോൾ അവർക്ക് കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സ്നേഹത്തെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിൽക്കുന്നതും. ഈ റിലേഷൻ ഒരിക്കലും വിട്ടു പോകില്ല എന്ന്, അവരെ വിട്ടു പോകില്ല എന്നുള്ള അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ അവരെ കളഞ്ഞിട്ട് പോവത്തില്ല എന്നുള്ളത് അവർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയോ ചില ക്ലാരിറ്റി പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒന്നെങ്കിൽ ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുക, മെൻ്റൽ ക്ലാരിറ്റി, ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, സ്വയം വഞ്ചന കാണിക്കുക, ചതി കാണിക്കുക, പങ്കാളികൾ തമ്മിൽ എന്തൊക്കെയോ മറച്ചു വെക്കുക, ഒളിച്ചു വെക്കുക എന്നൊക്കെയോ ചില സാഹചര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ക്ലാരിറ്റി പ്രശ്നം അതാണ് ഇത് ഇത്രമാത്രം ഇങ്ങനെ രൂക്ഷമായി പോയത്. അതിനകത്ത് ഫാമിലി കൂടി ഇൻവോൾവ്മെൻറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞു ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിയായി സ്റ്റക്കായി എൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വലിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു റിലേഷൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ആ ഒരു സത്യം ഏതാണ്ട് അവർക്ക് വെളിച്ചത്ത് വന്നിട്ടുണ്ട്, ഒരു മനസ്സിലായിട്ടുണ്ട്. ഇതിനകത്തുള്ള സാഹചര്യങ്ങൾ എന്താണ്, എവിടാണ് ഇതിന് പാളിച്ച പറ്റിയതെന്നുള്ള ഒരു സാഹചര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്.
അതേപോലെ നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻ ഹൈ പ്രീസ്റ്റേഴ്സ് ആണ്. ഹൈ പ്രീസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ദിവ്യ പരിവേഷമുള്ളൊരു മാലാഖയാണ്. പക്ഷേ ഈ റിലേഷനകത്ത് ഒരുപാട് ഹൈഡ് ചെയ്യുന്നുണ്ട് ഇവർ. നിങ്ങളോട് പറയാത്ത കാര്യങ്ങൾ, നിഗൂഢതയുണ്ട് ഇതിനകത്ത്, എന്തൊക്കെയോ നിഗൂഢ കാര്യങ്ങളുണ്ട്, ഒളിച്ചു വെക്കുന്നുണ്ട്. അങ്ങോട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് തുറന്ന് പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നിങ്ങളുടെ വ്യക്തി. അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻ ഒരു സോൾമേറ്റ് കണക്ഷനും കൂടിയാണ് നിങ്ങൾ തമ്മിൽ. ഭയങ്കര ആഴത്തിലുള്ളൊരു റിലേഷനാണ്. അതെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടും ഇതിങ്ങനെ വിശ്വാസത്തോടു കൂടി പിടിച്ച് നിൽക്കാനായിട്ട് കാര്യമെന്ന് വെച്ചാൽ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ കൂടിയാണ് എന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ അവർ മനസ്സിലിപ്പം നിങ്ങൾ തമ്മിൽ ഇത്രയും പ്രശ്നങ്ങളായി ഒരു രണ്ട് ഉണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഉള്ളത് അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഇരുന്നുകൊണ്ട്. അതേപോലെ തന്നെ തിരിച്ചും അതാണ് ആ ഒരു എനർജി, സോൾമേറ്റ് എനർജി. വളരെ ആഴത്തിലുള്ളൊരു ആത്മീയ ബന്ധമാണ് നിങ്ങൾ തമ്മിൽ. പക്ഷേ ഇതിനകത്ത് പറയേണ്ടാത്ത ചില കാര്യങ്ങളും ഇവർ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ഒരു പക്ഷേ നല്ലതിന് വേണ്ടിയിട്ടും ആവാം ഒളിപ്പിച്ച് വെക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുമെന്ന് പറയുന്ന ചില കാര്യങ്ങളും ഉണ്ടായിരിക്കാം. ചിലപ്പം സതുദ്ദേശത്തോടു കൂടി ആയിരിക്കാം അവരത് ഒളിപ്പിച്ച് വെക്കുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ദുരുദ്ദേശമായി തോന്നിയേക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതിനകത്ത് വഴക്ക് വീണത്, അല്ലെങ്കിൽ ക്ലാരിറ്റി പ്രശ്നങ്ങൾ വീണത്. അങ്ങനെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നൈറ്റ് ഓഫ് കപ്സ് ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാതെ തന്നെ നിങ്ങളടുത്ത് സ്നേഹവുമായിട്ട് വരുന്നുണ്ട്, കടന്നു വരും. അവർക്കല്ലാതെ കഴിയില്ല എന്നുള്ളൊരു രീതിയിലാണ്. നിങ്ങളില്ലാതെ അവർക്ക് ഇരിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് അവർ ശ്വാസം മുട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പെയിൻ അനുഭവിക്കുന്നുണ്ട്. അത് അവർ പക്ഷേ അത് പുറത്ത് കാട്ടുന്നില്ല. പുറത്ത് കാട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി അവരുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്കത് പുറത്ത് കാട്ടാനായിട്ട് കഴിയുന്നില്ല. കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുറത്ത് കാട്ടിയാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അവർക്കത് സ്ട്രെസ്സായേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാം ഉള്ളിൽ കടിച്ചമർത്തി അവർ അവിടെ സഹിച്ച് നിൽക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അവർക്ക് ഉറപ്പുണ്ട് ഈ റിലേഷൻ പോവത്തില്ല. എത്ര താമസിച്ചാലും നിങ്ങൾ അവർക്ക് വേണ്ടിയും അവർ നിങ്ങൾക്ക് വേണ്ടിയും കാത്തിരിക്കുമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളുകൊണ്ട് അറിയാം. പക്ഷേ അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളടുത്തോട്ട് തന്നെ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുക, സ്നേഹവുമായിട്ട്. പക്ഷേ അത് സ്പീഡിലല്ല, മെല്ലെ വരത്തുള്ളൂ, പതുക്കെ തിരിച്ചു വരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ ഒരു റീഡിങ് കൊണ്ട്. അതേപോലെ ബോട്ടമായിട്ട് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, സെക്കൻഡായിട്ട് ഡബിൾ കാർഡും കയറി വന്നിട്ടുണ്ട്. എന്തോ ബ്ലാക്ക് മാജിക് ഇതിനകത്ത്, എന്തോ നെഗറ്റിവിറ്റി ഇതിനകത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. അതാ ഈ റിലേഷനകത്ത് ഇത്ര വിള്ളൽ വീണത്. ഓക്കെ, അപ്പം അവർക്ക് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൽ പറയുമ്പോൾ നിങ്ങളെ ഒരുപാട് മൂല്യം കൽപ്പിക്കുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ധനത്തിൻ്റെ ഊർജ്ജമാണ്, എർത്ത് എലമെൻ്റാണ്, ഭൂമിയെ സൂചിപ്പിക്കുന്നു. ഇത് റിലേഷൻഷിപ്പിൽ പറയുമ്പോൾ നിങ്ങളെ ഒരുപാട് മൂല്യത്തോടു കൂടിയാണ് അവർ കാണുന്നത്. അത്രയ്ക്ക് വിലയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരോട്, അല്ലെ അവർക്ക് നിങ്ങളോടും, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞല്ലോ ഹൈ പ്രീസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണോ ഫീൽ ചെയ്യുന്നത് അവിടെയും, അവിടെ എന്താണോ ഫീൽ ചെയ്യുന്നത് ഇവിടെയും നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂല്യം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് വഴി എനിക്ക് ബോട്ടമായിട്ട് കിട്ടുന്നത്. എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട. ഈ റിലേഷനായിട്ട് ദൈവമായിട്ട് കൂട്ടിച്ചേർത്ത് വെച്ച ഒരു റിലേഷനാണ് ഇത്. ഒരു സോൾമേറ്റ് കണക്ഷനാണ്. ഇനി എന്തെല്ലാം ഇതിനകത്ത് ഉണ്ടെങ്കിലും ഇതിനകത്ത് ഒരു ജസ്റ്റിസ് ഉണ്ടാവും, എന്താ പറയുക, ഒരു മിറാക്കിൾ സംഭവിക്കും. അവർ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. സ്ലോലി അവർ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും ഇതിന്. എന്ന് വെച്ചാൽ ഈ റിലേഷനകത്തൊരു റീയൂണിയന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. എനിക്ക് ഇത് ഒരു ലവേഴ്സിൻ്റെയൊക്കെ എനർജി ആയിട്ടും കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ വീട്ടുകാരായിട്ട് ഇടപെട്ട് പിടിച്ചു വെച്ചേക്കുന്ന സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളെ തമ്മിൽ പിരിച്ചു വെച്ചേക്കുന്ന അങ്ങനെ കുറച്ച് എനർജിയും, എക്സ്ട്രാ മാരിറ്റൽ അഫെയറും ആവാം, അങ്ങനെയും ആവാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവരെ പിടിച്ച് തടഞ്ഞു നിൽക്കുന്ന അങ്ങനെയും കുറേ ഫാമിലി റിലേഷൻഷിപ്പ് അല്ല എനിക്ക് കേട്ടോ. അപ്പം ഇത് അങ്ങനെയുള്ളവരാണെങ്കിൽ കണ്ടാൽ മതി. പലരും കമൻറ്റും വരുന്നുണ്ട് ഇത് എൻ്റെ അല്ല, ഇത് എൻ്റെ അല്ല. എൻ്റെ അല്ലെങ്കിൽ കാണാൻ നിൽക്കരുത്. ഓക്കെ,
നിങ്ങളുടെ റിലേഷനുമായിട്ട് ഞാനിത് പറഞ്ഞല്ലോ കുറേ എന്തൊക്കെയോ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെയോ അല്ലെങ്കിൽ ലവേഴ്സ് പരസ്പരം സ്നേഹിക്കുന്നവരെ തമ്മിൽ വീട്ടുകാർ തമ്മിൽ രണ്ടിടത്തും രണ്ടാക്കി വെച്ചേക്കുന്ന എന്തോ ഫീലിങ്സും അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർ കാണാൻ ശ്രമിക്കുക. മറ്റുള്ളവർ കണ്ടിട്ട് ഇത് എൻ്റെ അല്ല എന്നുള്ളത് പറയരുത്. എൻ്റെ അല്ലെങ്കിൽ കാണാൻ നിൽക്കരുത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു എനർജിയാണ്. അപ്പം ഇതിലെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയുക. 1111 എന്ന നമ്പർ കമൻറ്റ് ചെയ്യുക. 1111 എന്ന് പറയുമ്പം ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ്, ഒരു പുതിയ ന്യൂ ബിഗിനിങ്ങിൻ്റെ ഒരു ഏഞ്ചൽ നമ്പറാണ്. ഓക്കെ, ഏഞ്ചൽസ് കാർഡ് എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്, നിങ്ങളിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഈ ഒരു റിലേഷൻ നിങ്ങളിലോട്ട് വരാൻ സമയമായി. യു ആർ റെഡി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന നല്ല ഗൈഡൻസ്. ഓക്കെ, ഈ പോസിറ്റിവിറ്റി നിങ്ങൾ ക്ലൈം ചെയ്ത് ഏഞ്ചൽസിനോടും നന്ദി പറയുക. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. നന്ദി.